ഒരുപാട് ബിസിനസ്സുകാർ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. അവർക്കൊക്കെ നമ്മുടെ വാസ്തു എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? കാരണം വളരെ ആവശ്യമുള്ളൊരു ചോദ്യമുണ്ട് അത്. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. ആ കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെറുത്, റിട്ടേൺസ് വലുത്. ഇതാണ് നേച്ചറിന്റെ ഓർഡർ. അത് ഇന്ന സ്ഥലത്ത് ക്യാഷ് കൗണ്ടർ ഉണ്ടാവണം, ഇന്ന സ്ഥലത്ത് മെഷീൻസ് വരണം, ഇന്ന സ്ഥലത്ത് വർക്കേഴ്സ് ഇരിക്കണം. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ നോർത്ത് ഇന്ത്യൻസ് എന്തുകൊണ്ട് ബിസിനസ്സിൽ പുരോഗമിക്കണം? എന്തുകൊണ്ട് അംബാനി കേരളത്തിലില്ല? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് എന്താണെന്ന് വെച്ചാല് ഇവരൊക്കെ ഇതിനെ യൂസ് ചെയ്യും. വാസ്തുഭാരതിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വാസ്താചാര്യൻ ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാറാണ്. നമുക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. നമസ്കാരം സാർ. നമസ്തേ. 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 ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് ബിസിനസ്സുകാർ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. അവർക്കൊക്കെ നമ്മുടെ വാസ്തു എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? കാരണം വളരെ ആവശ്യമുള്ളൊരു ചോദ്യമുണ്ട് അത്. നമുക്ക് നമ്മളെ കേരളത്തിലൊരു ധാരണ, വീടുണ്ടാക്കുമ്പോൾ ചുറ്റളവ് നോക്കിയിട്ട് വീടുണ്ടാക്കണം, ഇതാണ് വാസ്തു എന്നാണ്. അതൊന്നുമല്ല, ഇതിന് ഒരുപാട് സാധ്യതകളാണ്. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ് ആയതുകൊണ്ട് എനിക്ക് അത് പറയാനൊരു വഴിയാണ്. എന്നാലും ഒരു തേങ്ങ ഒഴിച്ചിട്ടു, തെങ്ങുണ്ടായി. എത്ര തേങ്ങ ഉണ്ടാവും? ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ബിസിനസ്. ആ കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെറുത്, റിട്ടേൺസ് വലുത്. ഇതാണ് നേച്ചറിന്റെ ഓർഡർ. ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ യൂണിവേഴ്സാ. അപ്പൊ അത് തന്നെ എന്താ വെച്ചാൽ നാച്ചുറലി ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ ഇപ്പോ നമ്മള് സാധാരണ ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ, അത് ഇന്ന സ്ഥലത്ത് ക്യാഷ് കൗണ്ടർ ഉണ്ടാവണം, ഇന്ന സ്ഥലത്ത് മെഷീൻസ് വരണം, ഇന്ന സ്ഥലത്ത് വർക്കേഴ്സ് ഇരിക്കണം, ഇന്ന സ്ഥലത്ത് ഇപ്പൊ പുറത്തു പോകുന്നവരാണ് ഇന്ന സൈഡിൽ ഇരിക്കണം. ഇനിയിപ്പോ പ്രൊഡക്ട്സ് ഉണ്ടാക്കണെയാണെങ്കിൽ അതിനൊരു ഫ്ലോ ഉണ്ട്. ഇപ്പൊ റോ മെറ്റീരിയലിൽ നിന്ന് നമ്മള് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി വരുമ്പോ അതിനൊരു പാത്വേ ഉണ്ട്. അതൊക്കെ നമ്മള് വാസ്തു പ്രകാരമാണെങ്കിൽ പക്കാ റിസൾട്ട് വരും. 100% പ്രോഫിറ്റ് ആണ്. ഇതിപ്പോ എന്താണെന്ന് അറിയാം. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ നോർത്ത് ഇന്ത്യൻസ് എന്തുകൊണ്ട് ബിസിനസ്സിൽ പുരോഗമിക്കണം? എന്തുകൊണ്ട് അംബാനി കേരളത്തിലില്ല? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് എന്താണെന്ന് വെച്ചാല് ഇവരൊക്കെ ഇതിനെ യൂസ് ചെയ്യും. റിലയൻസിന്റെ പെട്രോൾ പമ്പും നമ്മൾ ഇവിടുത്തെ പെട്രോൾ പമ്പും ഒന്ന് നോക്കി നോക്കുക. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ അവര് ആ വാസ്തു അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പെട്രോൾ പമ്പിന് വാസ്തുണ്ട്, ഹോസ്പിറ്റലിന് വാസ്തുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അത് ആ ഒരു തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണോ കേരളത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യുന്നത്. അപ്പൊ എന്ത് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത്, നമ്മൾ ഈ ഇതൊക്കെ കൂടെ തന്നെ ഒരു വാസ്തു കൺസൾട്ടന്റിനെയും കൂടി ഒന്ന് നോക്കുക. പക്ഷെ നമ്മൾ വെറും കുറ്റിയടിക്കുന്ന ആളെ പോയി കാണിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അളവ് നോക്കാനേ പറ്റുള്ളൂ. പകരം എന്താണെന്ന് വെച്ചാൽ ഇത് ബിസിനസ് വാസ്തു എന്ന് പറയുന്നതിന് ഒരു ഏരിയ ഉണ്ട്. അതായത് റോ മെറ്റീരിയൽസ് ടു പ്രൊഡക്ഷൻ, ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതൊരു പാത്വേ ആണ്. അപ്പൊ റോ മെറ്റീരിയൽ ഇവിടെ ഫിനിഷ് ഗുഡ്സ് കുറെ ഉണ്ടാക്കിയിട്ട് അവിടെ കെട്ടിക്കിടന്നാൽ ശരിയാവുക. അത് മൂവ് ചെയ്യണം. അപ്പൊ അതിന് ചില സ്ഥലമുണ്ട്. ഇങ്ങനെ ഓരോരോ ഇതിലുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ ആളുകൾ പുറത്തുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. അപ്പൊ അവർ ഇന്ന സ്ഥലത്ത് ഇരിക്കണം. അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. ലേബേഴ്സ് ഇന്ന സ്ഥലത്ത് വേണം. അത് അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഇതിന് പ്രോഫിറ്റ് വരും. അതാണ് പറയുന്നത്. ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. ഈ ആർട്ട് ടെൻഷൻ അടിച്ചാൽ ആകില്ല. അത് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടേ. ടെൻഷൻ അടിക്കുന്നുണ്ടോ അതിന്റെ അർത്ഥം പ്രപഞ്ചത്തിന്റെ താളത്തിൽ നിന്ന് നിങ്ങൾ ഔട്ടാണെന്ന്. അതുകൊണ്ടാണ് നാച്ചുറലായോ അവിടെ ഫ്രീ ആവും. അവിടെ പിന്നെ ടെൻഷന്റെ ആവശ്യമില്ല. ടെൻഷൻ അടിക്കുമ്പോഴാണ് ഞാൻ വേറെയും പ്രപഞ്ചം വേറെയാണ്, രണ്ടും രണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടും ആണ്. അത് നേരെ കുറച്ച് നമ്മൾ നാച്ചുറൽ ആകുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്ലോ വരും. അപ്പൊ ആ നാച്ചുറൽ ഫ്ലോയിലേക്ക് കൊണ്ടുവരാനാണ് വാസ്തുശാസ്ത്രം. അപ്പൊ എന്താ പറയാ, ഇതിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ പറയുന്നത് വസന്തി പ്രാണിനോ ത്രേതി വാസ്തു എന്ന് പറയും. എവിടെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ലീവ്സ് ടുഗദർ. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇതിനൊരു അലൈൻമെന്റ് ഉണ്ട്. നമുക്ക് ജീവൻ ഉണ്ട്, പക്ഷെ കെട്ടിടത്തിന് ജീവൻ ഉണ്ടോ? ഇല്ല. അപ്പം പക്ഷെ നമ്മളൊരു 10 ദിവസം വീട് അടച്ച് പുറത്തു വന്നു കഴിഞ്ഞ് വീട് ഓർക്കുമ്പോ എങ്ങനെ ഉണ്ടാവും? ഒരു മണം ഉണ്ടാവും. അതായത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മളുണ്ടെങ്കിലേ അതിന് പ്രാണനുള്ളൂ. ഇതുപോലെ ബിസിനസ്സിനും നമ്മളുണ്ടെങ്കിലാണ് അത്. പക്ഷേ അംബാനി വന്നിട്ട് പെട്രോൾ അടിക്കാൻ നിൽക്കും. അതായത് അപ്പൊ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞോ അത് അപ്പനെ വർക്കാവും. അത് പിന്നെ അതിൽ തന്നെ വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലാണ്. അവിടെയാണ് വാസ്തുവിന്റെ ആവശ്യം. അപ്പൊ ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും വാസ്തു കൺസൾട്ട് ചെയ്തിട്ട് ഇത് കറക്റ്റ് ആക്കിയോ അതിനുള്ള
ഇപ്പൊ എത്രയോ പൈസ പരസ്യത്തിനൊക്കെ വേണ്ടി ചെലവാക്കുന്നു അല്ലേ? ഇപ്പൊ വാസ്തുവിന് ഇൻഡസ്ട്രിയൽ വാസ്തു കുറച്ച് വില ഉള്ളതാണ്, പക്ഷെ അത് വില ചെലവാക്കിയോ നമ്മൾ എത്രയോ പൈസ പരസ്യത്തിനൊക്കെ ചെലവാക്കണമായിരുന്നു തന്നെ ഒരു എമൗണ്ട് അതിന് മാറ്റി വെക്കുക, റിസൾട്ട് വരും, പക്കാ റിസൾട്ട് വരും, ഒരു സംശയം വേണ്ട. ഞാൻ അധികവും ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ തന്നെയാണ് അധികം ഇതാണത്. ഇവിടെയുള്ള കുറെ ക്ലയൻസ് ഉണ്ട് നമുക്ക്. ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയൽ വാസ്തുവിൽ അധികം ആള് കേരളത്തിൽ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കല്ല മാർക്കറ്റാ അല്ല പറയാ, അതുകൊണ്ട് തന്നെ സമയം ഉണ്ടാകാറില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. അപ്പൊ അവരെന്താണ് ഇപ്പൊ ഹൈദരാബാദ് ആണെങ്കിലും ശരി, പൂനെ ആണെങ്കിലും ശരി, ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ട്. അവരൊക്കെ ഫാക്ടറീസ് ഒക്കെ ആണെങ്കിലും ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇനിയിപ്പോ ഒന്നും വേണ്ട, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മളവിടെ കുടുംബശ്രീ ഹോട്ടലുകളിൽ ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂരുള്ള ഒരു ഹോട്ടലിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും കുടുംബശ്രീ എത്രയോ വലുതായിപ്പോയി. അത് അജയ് എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു കേട്ടോ അതിന്റെ മാനേജ്മെന്റ്. അപ്പൊ ആദ്യമായിട്ട് അതാകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂര് നമ്മൾ ഔഷധീന്റെ അടുത്തായിരുന്നത് ഇത് വന്നത്. അപ്പൊ അത് അതിന് പ്രകാരം വാസ്തു പ്രകാരം ആണെന്ന് പറഞ്ഞ് അജയൻ ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഡിവോട്ട് ചെയ്യുകയാണ്. അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് ഇതൊന്നും ആക്കണം. അപ്പൊ അത് പ്രകാരം ചെയ്തു. പക്ഷെ അവിടുന്ന് ഇപ്പൊ അജയൻ വലിയൊരു മനുഷ്യനായി പോയി, നമുക്ക് കിട്ടില്ല അവനെ. അത്രയും കുടുംബശ്രീ എന്ന് പറയുന്ന വലിയ ഇതായി, എല്ലാ സ്ഥലത്തുമായി. ഇപ്പൊ ഞാൻ ഒരിക്കൽ ദുബായ് പോയപ്പോ അവിടെ ഉണ്ട് അവന്റെ സ്റ്റാള്, കുടുംബശ്രീന്റെ സ്റ്റാള് അല്ല പറയാണ്. അത്രയും അത് റിസൾട്ട് വരും. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, കുറെ ആളുകളുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, ഇത് കുടുംബശ്രീ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ ഈ യൂണിറ്റുകള് അത്രയും ഇപ്പൊ നേരത്തെ പറഞ്ഞ താഴെ പാവപ്പെട്ടവര് സാധാരണക്കാര്, അപ്പൊ സാധാരണക്കാരനും ഉപയോഗിക്കുക, അസാധാരണക്കാരനും ഉപയോഗിക്കുക. പക്ഷെ എപ്പോഴും സാധാരണക്കാരനായിട്ട് ഇരുന്നാൽ മതിയോ? നമുക്കൊന്ന് അസാധാരണക്കാരനെ കാണണ്ടേ, നമ്മുടെ ബെസ്റ്റ് ആണ്ടേ? അതിനാണ് വാസ്തു ഉപയോഗിക്കേണ്ടത്. വാസ്തു ഉപയോഗിക്കുക, സമൃദ്ധിയിൽ ജീവിക്കുക. സാറ് ഇപ്പൊ പറഞ്ഞില്ല, അതായത് നമ്മുടെ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് ക്ലയൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഈ നാട്ടില് ഒരുപാട് മിത്തും ഈ വാസ്തുവിനെ പറ്റിയിട്ട് നടക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ സാറിന്റെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ വാസ്തുവിൽ വിശ്വസിച്ച് ആ ഒരു രീതിക്ക് വളരുമ്പോൾ വേറൊരു ഗ്രൂപ്പ് ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും വില കുറച്ച് കാണുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എങ്ങനെയാണ് അവരെ നമ്മുടെ വാസ്തു ശാസ്ത്രത്തിലേക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക? പറഞ്ഞുതരാം. അതായത് നമ്മളെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നല്ലതാ. ഞാനും നല്ലൊരു മാർക്സിസ്റ്റുകാരനായിരുന്നു കേട്ടോ. ചെറുപ്പം മുതൽ അച്ഛന്റെ വിരലും പിടിച്ചു തൂങ്ങിയിട്ട് ഞാൻ ഇഷ്ടംമാതിരി പാർട്ടി പ്രവർത്തനത്തിനും മീറ്റിങ്ങിനൊക്കെ ഇതായി. പക്ഷേ ഒരു എത്തിസ്റ്റ് ആകുക എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുവിൽ ഒരാള് പ്രൊഫസർ കോവൂരാണ് കേട്ടോ. പ്രൊഫസർ കോവൂരിനെ അറിയാം. അദ്ദേഹമാണ് നിരീശ്വരവാദിയായിട്ടുള്ള വലിയൊരു ഗ്രന്ഥം രചിച്ചിട്ടുള്ള ആളാണ്. ഇദ്ദേഹമാണ് എന്നെ ഇതിന്റെ സയന്റിഫിക് സൈഡ് പഠിക്കാൻ പ്രചോദനം ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മളിത് സാധാരണ നേരത്തെ പറഞ്ഞ ഒരു മിത്തായിട്ടോ ഒരു വിശ്വാസമായിട്ടോ ഇല്ലെങ്കിൽ അത് പേടിയായിട്ട് തന്നെ നമ്മളിവിടെ തന്നെ യഥാർത്ഥത്തിൽ ഒരു സെല്ലിംഗ് മെത്തേഡാ. ഇതിങ്ങനെ ഉണ്ട്, പ്രശ്നമാണ്, അപ്പൊ അതൊന്ന് നോക്കിച്ചാളി കേട്ടോ. അപ്പൊ ഒരു ഭയം കൊണ്ടാണ് നോക്കണത്. യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിൽ ഇന്ന് വരെ ഫോളോ ചെയ്ത സിസ്റ്റം അതായിരുന്നു. ചുറ്റളവ് തെറ്റിയ പ്രശ്നം കേട്ടോ. ആ ഒരു ഇതില് ഭയത്തിന് സെല്ല് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു ഇവിടെ. ഇപ്പൊ ഇല്ലെങ്കിൽ ഇതാണ്, ഇന്ന പൂജ ചെയ്യണം, അതാണ്. അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു വേറെ എന്തോ ഒരു അഭൗമ ലോകാണെന്നാ നമ്മൾ കരുതുന്നത്. യഥാർത്ഥത്തില് ഒന്നും തന്നെ സയൻസിന്ന് പുറത്തല്ല. വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ വാസ്തു എന്ന് പറഞ്ഞാല് ഞാൻ പറയതാണ് ജോഗ്രഫിയും ഫിസിക്സും കൂടി ചേർന്ന് കഴിഞ്ഞാല് വാസ്തു ആയിന്നാണ്. അതായത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഭൂമിക്ക് രണ്ടു തരം ചലനങ്ങൾ, ഒന്ന് സ്വയം കറങ്ങണ്, രണ്ട് സൂര്യനുറ്റും കറങ്ങണ്. അപ്പൊ ഇതാണ് ഈ നമ്മൾ സാധാരണ പഠിക്കുന്നതാണ് എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. പിന്നെ ഒന്നൊന്ന് വേറെയിലേക്ക് മാറുക, ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ എനർജിന്റെ സോഴ്സ് എന്താ? സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റെവല്യൂഷനോ റൊട്ടേഷനോ ആണ് കേട്ടോ. അതാണ് ബേസിക്കലി വന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരിക അത്. അപ്പോ നമ്മള് ഈ സയൻസിന്റെ ഭാഷ പറഞ്ഞ രണ്ടവസ്ഥ പറയും. ഒന്ന് ആറ്റം എന്ന് പറയും, ഇനി ആറ്റം ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയും. അപ്പൊ ആറ്റം ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയും. ഇത് ശൂന്യം. അപ്പൊ അത് ആറ്റം കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ എന്തായി? അപ്പൊ വായു വാതകത്തിലേക്കായി. അവിടുന്ന് കുറച്ചുകൂടി കൂടിയാൽ എന്തായി? അഗ്നിയിലേക്കായി. അതിന് കുറച്ചുകൂടി കൂടിയാലോ ജലം. പിന്നെ എന്താ? അതിന് കുറച്ചുകൂടി കൂടിയാല് ഭൂമിയായി. അതായത് ഫുൾ 5 എലമെന്റ്സും വരുന്ന ഈ ആറ്റം തന്നെയാണ്. അപ്പൊ അതില് ഇപ്പൊ എന്തുകൊണ്ട് കണ്ണിന്റെ ഇത് ഇവിടെ തന്നെ വന്ന്, കണ്ണ് കയ്യിൽ എന്തുകൊണ്ട് വന്നില്ല? അങ്ങനെയാണ് യൂണിവേഴ്സിന്റെ സിസ്റ്റം.
അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ കണ്ണിന്റെ കോശങ്ങളല്ല കയ്യിലുണ്ടാകുക, കയ്യിന്റെ കോശമല്ല കണ്ണിലുണ്ടാകുക. അതായത് ഒരു അലൈൻമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഇതിന്റെയൊക്കെ സയന്റിഫിക് സൈഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈ അലൈൻമെന്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ വെറും വിശ്വാസമല്ല, ഇതിൽ നിന്ന് അതൊരു സയന്റിഫിക് ഫാക്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ ഋഷിമാരെന്നാ പറയാ, അതായത് പണ്ട് പറയാ മോക്ഷം കിട്ടാന്ന് അറിയാം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം. മോക്ഷം കിട്ടാന്ന് പറഞ്ഞാൽ ചത്തുക എന്നല്ല കേട്ടോ. അതായത് എന്തൊരു മോഹവും ക്ഷയിക്കണം, അതായത് അത് പൂർത്തീകരിക്കണം. എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിരാശയായി, മലയാള സീരിയലായി അല്ലേ അല്ലേ. അതല്ല, നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ മോഹങ്ങളും പൂവണിയണം. അപ്പൊ അത് പൂവണിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ടെക്നോളജി ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വാസ്തുവിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആ വിശ്വാസം, മിത്ത്, അതിന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിന് പകരം ഇത് ഇന്നതാണ്, അതിന്റെ സയന്റിഫിക് സൈഡ് ഇന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് കുറെ കൂടി എളുപ്പമാവും. അപ്പൊ റിസൾട്ടും വരും. ഇപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ കാണുന്നു അല്ലേ, കിഴക്കുദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ 4ാം ക്ലാസ്സിലെത്തിയ എന്താ പറയാ, സൂര്യൻ എവിടെയും പോണില്ല കേട്ടോ, ഭൂമി തിരിയുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇതാണ് ഒരു അറിവിന്റെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമ്മൾ പണ്ടുള്ളത് എല്ലാവരും ഇതാണ്, ഭയമാണ്, കന്നിമൂല അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഈ ഭയ. അപ്പൊ ഈ ഭയത്തിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിന്റെ സയന്റിഫിക് സൈഡ് നമ്മൾ അറിയണം, റീസൺ അറിയണം. റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ ആണ് മനസ്സിലാകുക സൂര്യൻ എല്ലാട്ടോ ഉദിക്കുന്നത്, ഭൂമി തിരിയുന്നതുകൊണ്ട് നമുക്ക് സൂര്യൻ ഇങ്ങനെ വരുന്നതായി തോന്നുന്നു. ചെറിയ കുട്ടീന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അവൻ നേരം വെളുത്ത് കാണുമ്പോ സൂര്യൻ ഉദിക്കുന്നതാണ്, അവന് മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങനെ പറഞ്ഞാലും അതാണ്. അപ്പൊ ആ ഭാഷ എന്താ ഗ്രേഡ് കൂടി വരിക എന്നാണ് നമ്മളെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം. അപ്പൊ അത് ഈ വാസ്തു എന്നുള്ളത് ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം, വേറെ ഒരു ഭാഷ പറഞ്ഞ സ്യൂഡോ സയൻസ്, അങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇതിന്റെ സയന്റിഫിക് സൈഡ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിന് റീസൺ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് ഒന്നും കൂട്ടിയാല് H2O, H2O ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം അല്ലേ. ഒന്നും കൂട്ടിയാൽ 2 പ്രൂവനാ. പിന്നെ H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ജലം ഉണ്ടാവും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ആരും പോയിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നും ചേർത്ത് നോക്കാനൊന്നും പോണില്ല, നമുക്കത് പ്രൂവനാ. ഞാൻ പറയാണ്, കന്നിമൂലയില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാലോ, പ്രോബ്ലം അല്ലേ. പക്ഷെ ഇതിന് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ സയൻസിന് ഈ എക്സ്പീരിയൻസ് അളക്കാനുള്ള ഒരു സ്കെയിലില്ല. അതുകൊണ്ടാണ് വാസ്തു ഒരു അന്ധവിശ്വാസമാണോ എന്ന് എല്ലാവർക്കും തോന്നുന്നത്. മറ്റേതൊക്കെ നമുക്ക് ഇതിന്റെ നിരീക്ഷിക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് നമ്മളെ ലൈഫും ടൈമും വേണം, സ്പേസും വേണം. അപ്പൊ നമ്മൾ ആ ജീവിതത്തിൽ അതിന്റെ സ്പേസ് കൊടുക്കണം, എന്നാലേ ആവുള്ളൂ. അപ്പൊ അതെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇതാവുക. ഇപ്പൊ 10 മാസം വേണം, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇന്ന സ്ഥലത്ത് തന്നെ വേണം, ഇങ്ങനെ ഇതുണ്ട്. അപ്പോഴായ റിസൾട്ട് വരും. 100% പ്രൂവൻ ആട്ടോ. ഒരു 6000-ലും മേലെ വീടുകളിലേക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൂവൻ ആണ്. എന്റെ വിശ്വാസം മാത്രമല്ല, ഞാൻ തെളിയിച്ച സാധനമാണത്. അത് എങ്ങനെ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അപ്പൊ പക്ഷേ അതിന് ഈ ടൈമും സ്പേസും കൊടുക്കാൻ തയ്യാറാണോ? അല്ലാണ്ട് ഇങ്ങനെ നിന്ന് വാദിച്ചാലൊന്നും ആവൂല. അവനവന്റെ ലൈഫില് ആ ടെക്നിക്ക് എക്സ്പീരിയൻസ് ചെയ്താക്കണം. അപ്പൊ അതിനൊന്ന് ആ ടെക്നിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം വേണം, എല്ലാത്തിനും ഒരു ഇഷ്ടം വേണം. ആ ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തും വർക്കൗട്ട് ആവുള്ളൂ. വെറും ബുദ്ധി കൊണ്ട് വാദിച്ച് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോബ്ലം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആ മാധുര്യം നഷ്ടപ്പെട്ടു. ഈ എന്താ പറയാ, ഈ പൂവിനെ കാണുമ്പോൾ പല ആളും പല മാതിരി കാണുക. ഇപ്പൊ ഒരു ബയോളജി പഠിക്കുന്ന ഒരാൾ അതിന് കോശമുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയും. നേരെ മറിച്ച് ഒരു കവി കാണുകയാണെങ്കിലോ അതിന്റെ ഭംഗിയാണ് അല്ലേ, അതാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണത്. ഇപ്പൊ നമ്മള് എല്ലാം ആ ബുദ്ധി കൊണ്ട് മാത്രം നോക്കി കാണുമ്പോ എന്ന് പറഞ്ഞാല് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ, അതിനുള്ള വാദഗതികൾ ഇതൊക്കെ വന്നിട്ട് എന്താവും, ആ ഒരു നല്ല ഭംഗിയുള്ള പൂവിനെ അങ്ങോട്ട് കൊന്നുകളി ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാവും. അതാണ് വാസ്തുവിന് ഇവിടെ കേരളത്തിൽ സംഭവിച്ചത്. അല്ലാണ്ട് വാസ്തു ശാസ്ത്രത്തിന്റെ തെറ്റല്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ വാസ്തുകാരൻ ഒരാളേ ഉള്ളൂ, ഇയാളെ ആക്രമിക്കാൻ വേണ്ടിട്ട് ഒരു 10 ആൾ ഒരുമിച്ചിട്ടാ വരിക. അതോടുകൂടി എന്താ ഈ പാവമൊന്നും അതിന്റെ ഇതാകാൻ ഇതാവും. പറയുന്ന എത്രയേ ഉള്ളൂ, പിന്നെ ദേഷ്യം പിടിക്കുക ചെയ്യുക. അത് വേറെ ഒരു ഇതാട്ടോ, ഒന്നുമില്ല. അത് കാരണം ഇദ്ദേഹത്തിന് ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനുള്ള സാധനം അദ്ദേഹത്തിന്റെ ഇല്ല. അതുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നത്. ഇപ്പൊ വാസ്തു ഭാരതിയില് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ
ആ ഒരു പുരാണങ്ങളിലൊക്കെ പറയുന്ന അതും പഠിക്കും, അതിന്റെ സയന്റിഫിക്കലി ഉള്ളതും കൂടി നമ്മൾ പഠിക്കും. വിത്ത് റീസൺസ് പഠിക്കാം. വിത്ത് റീസൺ പ്രൂവൻ സക്സസ് മെത്തേഡ് നമ്മൾ പഠിക്കുക. അപ്പൊ റിസൾട്ട് വരും. അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പൊ ഇൻഡസ്ട്രിയൽ വാസ്തുവിലാണെങ്കിലും ശരി സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും അത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വീണ്ടും കുറേയും കൂടി ഇതായി വന്നിട്ടുണ്ട്. കാരണം ഈ AI ഒക്കെ വന്നതോടുകൂടി ഈശ്വരന്മാരൊക്കെ നടക്കാനൊക്കെ തുടങ്ങി അല്ലേ? പണ്ട് നമ്മള് രവിവർമ്മന്റെ പിക്ചർ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഹംസവും ദമയന്തി ഒക്കെ ജീവൻ വെച്ചു അല്ല പറയാണ്. അല്ല അപ്പൊ ഇതേമാതിരി കാലം മാറുന്നതിനനുസരിച്ചിട്ട് ചോദിക്കാനായിട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിപ്പോ ഈ AI ഭയങ്കരമായിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ജനറേഷൻ ഇതില് നമ്മുടെ വാസ്തു, നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ ഇതൊക്കെ ക്ഷയിച്ചു തുടങ്ങുകയാണോ എന്നുള്ളൊരു. അല്ല ഞാൻ പറയാം അത് രണ്ടാമത് റീജുവനേറ്റ് ചെയ്യാന്ന് പറയാ, പുനർജനിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഉണ്ടല്ലോ റീസൺ എന്താണ് തെരയാനുള്ള ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. പിന്നെ അത് മാത്രല്ല പുരാണങ്ങളൊക്കെ ഞാനൊക്കെ വരുത്തിയ പഴഞ്ചനായി എന്ന് പറഞ്ഞ് തള്ളുന്ന അതൊന്നുമല്ല. ഇപ്പൊ ചെറുപ്പക്കാരാണ് മന്ത്രങ്ങളൊക്കെ കൂടുതൽ പഠിക്കണത്. അതായത് ഇന്ന ഉദ്ദേശത്തിന് ഇന്നതിന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതുമാതിരി തന്നെ ഇംഗ്ലീഷ് തന്നെ ആയാലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മെക്കാളെ പ്രഭു ഉണ്ടാക്കിയ ഒരു സാധനം, ലോർഡ് മെക്കാളെ ഉണ്ടാക്കിയ സാധനം തന്നെ എപ്പോഴും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഇപ്പോഴുള്ള ഈ തലമുറ കുറെ മാറി. ഇപ്പൊ ഈ പ്രാവശ്യം ശബരിമലയിൽ വന്ന തിക്കും തിരക്കും കണ്ടോ? മാറിയില്ല. അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൂഫാണ്. ആളുകൾ തിരിച്ച് ഇതിലേക്കൊക്കെ തന്നെ വരുന്നുണ്ട്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ പണ്ട് വാസ്തുഭാരതിയിൽ എന്ന് പറഞ്ഞാൽ വെറും 40+ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അതൊന്നല്ല, കുറെ ചെറുപ്പക്കാർ വരുന്നുണ്ട്. അതാണ്. അതല്ല, അവർക്ക് ഇതിന്റെ എന്താണെന്ന് അറിയാനൊരു ഇതുണ്ട്, ത്രില്ലുണ്ട്. അത് കണ്ടെത്തണം എന്നുള്ള ഒരു സാധനമുണ്ട്. അത് എനിക്കത് വലിയ ഇഷ്ടാട്ടോ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറയാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫ് എന്താണെന്ന് ഈ ഈശ്വരനുണ്ടല്ലോ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇറക്കുള്ളൂ. എന്താ പറയാൻ കാരണം എന്നറിയാം. ഇപ്പൊ നമുക്ക് മൊബൈൽ ഇങ്ങനെയൊക്കെ ആക്കി കളിക്കണം. നേരെ ഒരു ചെറിയ കുട്ടികൾ എടുത്തിട്ടോ കിടകിടന്ന് പറഞ്ഞിട്ട് ചെയ്യും. കാരണം അവർ അപ്ഡേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. അല്ല അപ്പൊ അവരാണ് കുറച്ചുകൂടി ഇതിനൊക്കെ യൂസ് ചെയ്യണത്. അപ്പൊ അവരിപ്പോ പഴയതൊക്കെ പറയണത് ഇപ്പൊ പണ്ടുമ്പോൾ അമർചിത്രകഥയൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. ഇവരിപ്പോ എന്താണെന്ന് വെച്ചാൽ അത് AI കൊണ്ടുപോയിട്ട് അതിനെ ജീവൻ കൊടുക്കുക. അപ്പൊ അത് ഒരു വലിയൊരു തിരിച്ചുവരവാണ്. ഞാൻ പറയാം AI ഒക്കെ പോസിറ്റീവാണെന്നാ പറയാ. വളരെ ഇതാണ്. അത് കുറേയും കൂടി നമ്മളെ ആളുകൾ അതിലേക്കൊക്കെ വരാനൊക്കെ സഹായിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഗുണമുണ്ട് കേട്ടോ. കാരണം എന്റെ ചില ക്ലാസ്സുകളടക്കം ഞാൻ പോകണ്ട AI-ൽ ഞാൻ സംസാരിച്ചോളൂ. കുറച്ചുകൂടി ക്ലാരിഫൈ ആണ്. അതാണ്. പിന്നെ നമ്മൾ സയന്റിഫിക് ചില ഭാഗങ്ങളുണ്ടല്ലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യല് കുറേ കൂടി എളുപ്പമാണ്. ഇത്ര നേരം ഒരുപാട് അറിവുകൾ നമ്മളായിട്ട് പങ്കുവെച്ച നിഷാന്ത് സാറിന് നന്ദി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.